നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 235 235. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 11. 11-ാം അധ്യായം തൃതീയ സ്കന്ധം. ശ്ലോകം 9. ദ്വാദശാർദ്ധഫലോന്മാനം ചതുർഭിശ്ചതുരംഗുലൈ സ്വർണമാശേ കൃതഛിദ്രം യാവൽ പ്രസ്ഥജലപ്ലുതം. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ 6 ഫലം തൂക്കമുള്ള പാത്രം, 4 വിരൽ നീളമുള്ള 4 സ്വർണമാഷങ്ങൾ കൊണ്ട് ദ്വാരമുണ്ടാക്കപ്പെട്ടതായിട്ട് എപ്പോൾ എടങ്ങഴി വെള്ളം നിറഞ്ഞതായിട്ട് വരുമോ ആ കാലമാണ് ഒരു നാഴിക. അതായത് ഒരു പ്രത്യേക ഡയമെൻഷനിൽ ചതുരത്തിലൊരു പാത്രം ഉണ്ടാക്കി അതിൽ ഒരു സൂചി കൊള്ളുന്ന ഒരു ദ്വാരം ഉണ്ടാക്കി അതിൽ വെള്ളം നിറച്ച് ആ വെള്ളം പാത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമയത്തിനാണ് ഒരു നാഴിക എന്ന് പറഞ്ഞത്. 2.25 നാഴികട്ട് കൂടിയതാണ് ഒരു മണിക്കൂർ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. നാഴിക എന്ന സമയത്തെ നിർണയിപ്പാനുള്ള മാർഗം പറയുന്നു. 6 ഫലം ചെമ്പ് കൊണ്ട് ഒരു ഇടങ്ങഴി ഉണ്ടാക്കുക. അതായത് ഒരു ഇടങ്ങഴി എന്ന് പറയണമെങ്കിൽ ഒരു പാത്രം ഉണ്ടാക്കുക. അതിൽ അടിയിൽ 4 വിരൽ നീളത്തിൽ 4 മാസം സ്വർണം കൊണ്ടുള്ള ഒരാണി കൊണ്ട് ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ആ പാത്രത്തെ വെള്ളത്തിലിടുക. ഈ ദ്വാരത്തിൽ കൂടെ വെള്ളം ഉള്ളിൽ നിറഞ്ഞ് ആ പാത്രം ജലത്തിൽ താഴുന്നതിന് വേണ്ടി വരുന്ന സമയം ഒരു നാഴികയാകുന്നു. അതായത് ഒരു എടങ്ങയുടെ വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ സൂചി, ഈ സ്വർണ്ണ സൂചി കടക്കത്തക്ക വിധത്തിൽ ദ്വാരത്തിൽ വെള്ളത്തിലിട്ടാൽ ആ പാത്രം താഴാൻ എത്ര സമയം വേണം, അതിനാണ് ഒരു നാഴിക എന്ന് പറഞ്ഞത്. അതിൻ്റെ ഡയമെൻഷൻ, നീളം, വീതിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ദ്വാരത്തിൽ കൂടെ വെള്ളം ഉള്ളിൽ നിറഞ്ഞ് ആ പാത്രം ജലത്തിൽ താഴുന്നതിന് വേണ്ടി വരുന്ന സമയം ഒരു നാഴികയാകുന്നു. 4 വിരൽ നീളത്തിലുണ്ടാക്കുന്ന സ്വർണ്ണക്കോലിൽ തൂക്കം 4 മാഷമായിരിക്കുകയും വേണം. വെള്ളിക്കോലായാൽ കട്ടി കൂടിയിരിക്കും. സ്വർണ്ണക്കോലെ പറ്റുള്ളൂ എന്നർത്ഥം. അങ്ങനെ വരാതിരിപ്പാനാണ് സ്വർണം കൊണ്ട് തന്നെ ആണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഋഷിമാരുടെ വൈദഗ്ധ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഒരു ഡയമെൻഷൻ കൂടി പറയണ്ടേ. 8 യവ തൂക്കം ഒരു കുന്നിക്കുരു, 5 കുന്നിക്കുരു തൂക്കം ഒരു മാഷം, 16 മാഷം ഒരു സുവർണം, 4 സുവർണം ഒരു ഫലം. ഇതാണ് ഫലത്തിൻ്റെ കണക്ക് എന്ന് പറയണ്ടേ. 4 ഫലം കൂടിയതാണ് ഒരു റാത്തൽ. അങ്ങനെ 2.25 റാത്തൽ കൂടിയതാണ് 1 കിലോ. അത്രയും ഞാൻ പറഞ്ഞുതരാം. ഇനി 10-ാമത്തെ ശ്ലോകം. യാമാശ്ചത്വാരോ മർത്യാനാം അഹനി ഉഭേ പക്ഷ 15 ശുക്ലകൃഷ്ണശ്ചമാനതാം. 4 യാമങ്ങൾ, മനുഷ്യരുടെ പകലും രാത്രിയും, 15 ദിവസം ഒരു പക്ഷം. ഹേ പൂജ്യ, വെളുത്തതും കറുത്തതും. അതായത് ഒരു ദിവസത്തിന്
4 യാമങ്ങൾ രാത്രിയും 4 യാമങ്ങൾ പകലുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രാത്രി 6 മണി മുതൽ 9 മണി വരെ ഒരു യാമം രാത്രി, 9 മുതൽ 12 വരെ വേറൊരു യാമം, 12 മുതൽ 3 വരെ വേറൊരു യാമം, 12 മുതൽ 6 വരെ ഒരു യാമം, അങ്ങനെ 4 യാമം. ആദ്യത്തേതും അവസാനത്തേതും മനുഷ്യന്മാരെ ഈശ്വരനെ പൂജിക്കുന്ന സമയമാണ്. രണ്ടാമത്തെ യാമത്തിൽ ദേവന്മാർ ഈശ്വരനെ പൂജിക്കുന്നതാണ്. മൂന്നാമത്തെ യാമമാകട്ടെ രാക്ഷസന്മാർ ഈശ്വരനെ പൂജിക്കുന്ന സമയമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കറുത്തപക്ഷം വെളുത്തപക്ഷം അതിനൊക്കെ പറ്റി പറയണ്ടേ. ഇനി 4 യാമം മനുഷ്യലോകത്തിലെ പകൽ സമയം, 4 യാമം രാത്രി, ഇങ്ങനെ 15 പകലും രാത്രിയും കൂടി ദിവസങ്ങൾക്ക് പക്ഷം എന്നു പേർ. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, ഇങ്ങനെ 2 പക്ഷങ്ങളുണ്ടെന്നും പറഞ്ഞു. ഇനി 11ാമത്തെ ശ്ലോകം. തയോ സമുശ്ചയോ മാസ പിതൃണാം തദഹർനിശം ദൗതാവൃതു ഷടയനം ദക്ഷിണം ച ഉത്തരം ദിവി. അതാണ് 11ാമത്തെ ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ 2 പക്ഷങ്ങളുടെ ചേർച്ച ഒരു മാസം, ആ 2 പക്ഷം പിതൃക്കൾക്ക് പകലും രാത്രിയുമാകുന്നു ഒരു ദിവസം. 2 മാസങ്ങൾ ഒരു ഋതു, 6 മാസങ്ങൾ 6 മാസങ്ങൾ ഒരു അയനം, അയനമെന്ന് പേർ. ദക്ഷിണായനം, ഉത്തരായണം, അങ്ങനെ 2 അയനം കൂടിയാൽ ഒരു വർഷമായി. എന്താ പറയുക ഭാവാർത്ഥം. പക്ഷം 2ഉം കൂടിയത് മാസം, ഇത് പിതൃക്കളുടെ ഒരു പകലും രാത്രിയും കൂടിയ ദിവസം. 2 മാസം ഒരു ഋതു, 6 മാസം കൂടിയത് ഒരു അയനം, ദക്ഷിണായനം, ഉത്തരായനം എന്ന് അയനങ്ങൾ 2 എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം. അയനേ ച അഹനീ പ്രാഹുർ വത്സരോ ദ്വാദശ സ്മൃത സംവത്സരശതം നൃണാം പരമായുർനിരൂപിതം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ 2 അയനങ്ങൾ സ്വർഗത്തിൽ രാപ്പകൽ എന്ന് പറയുന്നു. 12 മാസം ഒരു വർഷം സ്മരിക്കപ്പെട്ടിരിക്കുന്നു. 100 വർഷം മനുഷ്യരുടെ പരമായുസ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 120 എന്നൊരു പക്ഷമുണ്ട്, അത്രയ്ക്ക് പോകണ്ട, 100 100 കിട്ടിയാൽ 80 കിട്ടിയാൽ തന്നെ വലിയ കാര്യമായുമല്ലോ അല്ലേ. അപ്പോൾ സ്വർഗത്തിലുള്ളവർക്ക് പകലും രാത്രിയും അടങ്ങിയ ഒരു ദിവസം എന്നത് മനുഷ്യലോകത്തിലുള്ളവരുടെ ഈ 2 അയനങ്ങളാകുന്നു. 12 മാസം കൂടിയത് ഒരു സംവത്സരം, 100 സംവത്സരം മനുഷ്യരുടെ പരമായുസ്സാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 13ാമത്തെ ശ്ലോകം. ഗ്രഹക്ഷതാരാ ചക്രസ്ഥ പരമാണുവാദിനാ ജഗത് സംവത്സരാവസാനേന പര്യേത്യാനിമിഷോ വിഭൂ. ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരങ്ങൾ എന്നിവയുടെ ചക്രത്തിലിരിക്കുന്ന കണ്ണടയ്ക്കാത്ത ഭഗവാൻ സംവത്സരത്തിൻ്റെ അവസാനം കൊണ്ട്, പരമാണു ആദിയായ കാലം കൊണ്ട് ലോകത്തെ ചുറ്റുന്നു. അതിൻ്റെ ഭാവാർത്ഥം. ഗ്രഹനക്ഷത്രാദി ചക്രത്തിൽ വസിക്കുന്ന ഭഗവാൻ, കാലസ്വരൂപനായി വിളങ്ങുന്ന സൂര്യൻ ഒരു സംവത്സരമെന്ന് പറയപ്പെടുന്ന കാലത്താൽ പരമാണു മുതൽക്കുള്ള സർവവും അടങ്ങിയിരിക്കുന്ന ലോകത്തെ ഒരു പരിവൃത്തി, ഒരു വട്ടം എന്നർത്ഥം, വൃത്തത്തിൽ ഒരു പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. 14. സംവത്സര പരിവത്സര ഇടാവത്സരയേവച അനുവത്സരോ വത്സരശ്ച വിദുരൈവം പ്രഭാഷ്യതേ. അതാണ് ശ്ലോകം. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വാക്കാർത്ഥം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അറിയും എന്നുള്ള നിലയ്ക്കാണ് ആഖ്യാനകാരൻ ഒഴിവാക്കിയിട്ടുള്ളത്. സാരമില്ല. അതെന്താ?
ഏവം പ്രഭാഷ്യത, ഇപ്രകാരം പറയപ്പെടുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഈ കാലത്തിന് സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നിങ്ങനെ ഭിന്നങ്ങളായ നാമധേയങ്ങളുണ്ട്. സൂര്യാദിഗതിഭേദങ്ങളാണ് നാമഭേദങ്ങൾക്ക് കാരണം. ഈ ലോകത്തെ ആദിത്യൻ ചുറ്റിത്തിരിയുന്ന കാലത്തിന് സംവത്സരം എന്ന് പേര്. ബൃഹസ്പതിക്ക് ഒരു വട്ടം ചുറ്റുവാൻ വേണ്ടി വരുന്ന കാലം പരിവത്സരം. 30 ദിവസം കൂടിയത് ഒരു മാസം. അങ്ങനെ 12 മാസം കഴിഞ്ഞാൽ ഇടാവത്സരം. നക്ഷത്രങ്ങൾ സൂര്യനെ ചുറ്റിക്കഴിയുന്ന കാലത്തിന് വത്സരം. സൗരമാനം കൊണ്ട് ഒരു വർഷത്തിൽ 6 ദിവസം വർദ്ധിക്കും. ചന്ദ്രമാനം കൊണ്ട് 6 ദിവസം കുറയും. ഇങ്ങനെയുള്ള ഏറ്റക്കുറവ് നിമിത്തം അനുവത്സരം. ഇങ്ങനെ 5 വർഷം കഴിയുമ്പോൾ 2 മാസങ്ങളെ മലമാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പിന്നെ ആരംഭിക്കുന്നത് വത്സരം. ഇപ്രകാരമാണ് നാമഭേദങ്ങളുണ്ടായതെന്നാണ് ചിലരുടെ അഭിപ്രായം. നമ്മൾക്കിപ്പോൾ അത്ര വലിയ ഡിസ്ക്രീറ്റായിട്ട് പോകണ്ട. 15ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞാൽ നോക്കാം. യ സൃജശക്തിമുരുധോശ്വസയൻ സ്വശക്ത്യാ പുംസോ അഭ്രമായ ദിവിധാവതി ഭൂതഭേദ കാലാഖ്യയാ ഗുണമയം ക്രതുഭിർവിധന്യം തസ്മൈ ബലിം ഹരത വത്സര പഞ്ചകായ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, ഭൂതങ്ങൾക്ക് വികാരത്തെ ജനിപ്പിക്കുന്ന, ജീവനുള്ളവർക്ക് വികാരത്തെ ജനിപ്പിക്കുന്ന യാതൊരുവൻ, അതും ഭഗവാനാണ്. കാലം എന്നു പേരുള്ള തൻ്റെ ശക്തി കൊണ്ട് ഗുണമയത്തെ യാഗങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കുന്നവനും സൃജ്യങ്ങളുടെ ശക്തിയെ ബഹുപ്രകാരത്തിൽ ഉത്ബോധിപ്പിക്കുന്നവനുമായിട്ട് പുരുഷൻ്റെ ഭ്രമനിവൃത്തിക്കായി കൊണ്ട് ആകാശത്തിൽ സഞ്ചരിക്കുന്നു. 5 നാമധേയത്തോടുകൂടിയ വത്സരത്തെ ഉണ്ടാക്കി തീർക്കുന്ന അവനായിക്കൊണ്ട് പൂജയെ സമർപ്പിക്കുന്നേൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. കാലത്തിൻ്റെ സ്വരൂപത്തെ നിർണയിച്ച ശേഷം കാലബാധയിൽ നിന്ന് നിവർത്തിക്കേണ്ടതിന് കാലസ്വരൂപമായ സൂര്യമണ്ഡലത്തിൽ അധിവസിക്കുന്ന ആ ശ്രീനാരായണനെ, അതിനാണ് ഓം ശ്രീ സൂര്യനാരായണമൂർത്തേ നമ, സൂര്യനിലുള്ള നാരായണൻ, ആ ശ്രീനാരായണനെ പൂജിക്കേണ്ടതാണെന്ന് ഉപദേശിക്കുന്നു. ഭൂതങ്ങളിൽ ബാല്യ യൗവന വാർദ്ധക്യാദി ഭേദങ്ങൾ കാണപ്പെടുന്നതിന് ബാലാവസ്ഥ, യൗവനാവസ്ഥ, വാർദ്ധക്യാവസ്ഥ, ബാല്യ യൗവന വാർദ്ധക്യാദി ഭേദങ്ങൾ കാണപ്പെടുന്നതിന് കാരണഭൂതൻ ആരാ? ഈ ഭഗവാനാണ്, സൂര്യനാരായണമൂർത്തി. കാലമെന്ന് പേരുള്ള തൻ്റെ ശക്തി കൊണ്ട് ആയുസ്സിനെ പ്രതിനിമിഷം അപഹരിക്കുന്നവനാകയാൽ ഓരോ നിമിഷം പോയാൽ അത് നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറയ്ക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് വേണം? ഓരോ നിമിഷത്തിലും ശ്രീഹരിനെ നാരായണ 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 ജപിച്ചുകൊണ്ടിരിക്കുക. വേറൊരു നിവൃത്തിയില്ല. എന്നാൽ എന്താ ഗുണം? പുനരഭിമരണം ഇല്ലാത്തൊരു സേഫ്റ്റി പ്രതലത്തിൽ നമ്മൾ എത്തി. അപ്പോൾ ആയുസ് നിശേഷം നശിക്കുന്നതിന് മുമ്പ് പരമപുരുഷാർത്ഥത്തെ സമ്പാദിക്കണം, മോക്ഷം പ്രാപിക്കണം എന്നാണ് അർത്ഥം. പരമപുരുഷാർത്ഥത്തെ സമ്പാദിക്കണം. വിഷയാസക്തിയിൽ മുങ്ങിക്കഴിച്ചാൽ പോരാ എന്നുള്ള വിചാരത്തെ പുരുഷന് ജനിപ്പിക്കുന്ന സൂര്യമണ്ഡലത്തെ ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ യാതൊരുവനോ ആഗ്രഹിക്കുന്ന ഫലങ്ങളെ സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന യാഗാദി കർമ്മങ്ങളെ ചെയ്തിട്ട് സ്വർഗാദി സുഖങ്ങളെ പുരുഷന് സമ്പാദിക്കുവാൻ സഹായിക്കുന്നവൻ യാതൊരുവനോ ശ്രീ സൂര്യമണ്ഡലാന്തർവർത്തിയായ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ അന്തര്യാമി എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താ പറഞ്ഞത്? ശ്രീ സൂര്യമണ്ഡല അന്തർവർത്തി. ഈ സൂര്യന് ചൂടും പ്രഭയും കൊടുക്കുന്നത് നാരായണമൂർത്തിയാണ്.
നമ്മൾക്ക് ചൂട് തരുന്ന മാതിരി. ശ്രീ സൂര്യമണ്ഡലാന്തർവർത്തിയായ ആ ശ്രീനാരായണനെ സ്വധർമ്മസർപ്പണത്താൽ നിങ്ങളെല്ലാവരും, അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഒന്നും ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടില്ല, എല്ലാവരും സർവരും നിങ്ങളെല്ലാവരും ആരാധിക്കുവിൻ. സകാമന്മാർക്ക്, അതായത് സകാമന്മാർക്ക് സ്വർഗാദി സുഖങ്ങളെയും നിഷ്കാമന്മാർക്ക് മോക്ഷത്തെയും ലോകരക്ഷയ്ക്ക് സഹായിക്കുന്ന ബഹുവിധ ബീജങ്ങൾക്ക് വികാസത്തെയും സാധിപ്പിക്കുന്നത് ശ്രീ സൂര്യമണ്ഡലത്തിൽ അധിവസിക്കുന്ന ഭഗവാൻ ശ്രീ നാരായണസ്വാമിയാണെന്ന് ധരിച്ചുകൊണ്ട് പ്രത്യക്ഷമായി കാണുന്ന ആ ബിംബത്തിൽ ഭഗവാനെ പൂജിക്കണം, നാരായണനെ. അങ്ങനെ ആരാധിക്കാത്തവർ കൃതജ്ഞന്മാരാകുന്നുവെന്ന് സാരം. സൂര്യോപാസന ചെയ്യാത്തവർ കൃതജ്ഞത ഇല്ലാത്തവരെന്നർത്ഥം. അതുകൊണ്ടാണ് കാലത്ത് എണീറ്റാൽ സൂര്യോദയത്തിൻ്റെ മുമ്പ് കുളിച്ച് ആരാധന ഒക്കെ ചെയ്യണം, എന്നിട്ട് സൂര്യനെ നമസ്കരിക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം എന്നൊക്കെ പറയും. ഒന്നും വേണ്ട, ആ ഉദിച്ച് കയറുമ്പോൾ ഒന്ന് കൈ കുപ്പിയാൽ മതി, നമ്മുടെ ഉള്ളിലുള്ള ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ശ്രീനാരായണസ്വാമിയാണെന്ന് ധരിച്ചുകൊണ്ട് പ്രത്യക്ഷമായി കാണുന്ന ബിംബത്തിൽ ഭഗവാനെ പൂജിക്കണം. അങ്ങനെ അതിനാണ് ഈ വെള്ളം ഊക്കുക എന്ന് പറയും, ഊത്ത് കഴിക്കുക എന്ന് പറയും. അതായത് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നിട്ട് തടാകത്തിലോ പുഴയിലൊക്കെ ആണെങ്കിൽ, കുളത്തിലൊക്കെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ഒരു 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ എന്താ പറയുക, ഗായത്രി ജപിച്ച വെള്ളം ഊത്താൽ മതി, ഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ആരാധിക്കാത്തവർ കൃതജ്ഞന്മാരാകുന്നുവെന്ന് സാരം. 5 വീതം പേർ പറഞ്ഞതായ വത്സരങ്ങളെ പ്രവർത്തിക്കുന്നത് ആ ദേവനാകുന്നു. കാലസ്വരൂപനായ ആ ദേവനാണ് ഈ ലോകത്തിന് ജ്ഞാനത്തെയും ഭോഗത്തെയും നൽകുന്ന സർവേശ്വരനായ പരമാത്മാ. അപ്പോൾ ഭോഗം വേണ്ടവർക്ക് ഭോഗം കിട്ടും, അറിവ് വേണ്ടവർക്ക് അറിവ് കിട്ടും. അറിവ് കിട്ടിയാൽ മോക്ഷം കിട്ടും, ഭോഗം കിട്ടിയാൽ പുനരഭിജന്മം കിട്ടും. ഇനി എന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്ത ശ്ലോകം 16. വിദുരാവാച. വിദുരർ മൈത്രേയ ഭഗവാനോട്, ഋഷിയോട് ചോദിക്കുകയാണ്, പിതൃദേവ മനുഷ്യാണാം ആയു പരമിതം സ്മൃതം പരേഷാം ഗതിമാചക്ഷ്വ യേസ്യു കൽപ്പാൽ ബഹിർവിദാം. എന്താ അതിന് എന്താണെന്നാ പറയാ, വാക്കാർത്ഥം ആദ്യം പറയാം. പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യർ ഇവരുടെ പരമായുസ് ഇതാണെന്ന് പറയപ്പെട്ടു. 3 ലോകങ്ങളിൽ നിന്ന് പുറത്തുള്ള ജ്ഞാനികൾ യാതൊരുത്തരോ ഉത്കൃഷ്ടന്മാരായ അവരുടെ ആയുസ്സിനെ പറഞ്ഞാലും ഓരോ വിഭാഗക്കാരുടെ. അപ്പോൾ വിതുരർ പറയണു, പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യർ, ഇങ്ങനെ 3 കൂട്ടർ, ഇവർക്ക് അവരുടെ സമയക്കണക്ക് പ്രകാരം പരമായുസ് 100 വർഷമാണെന്ന് അരുളി ചെയ്തുവല്ലോ. ലോകങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ഉത്കൃഷ്ടന്മാരായ ജ്ഞാനികളുടെ ആയുസ് ഏതു വിധമാണെന്ന് ഞങ്ങളോട് പറയണം എന്ന് വിതുരര് മൈത്രേയരോട് പറയണു. 17-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഭഗവാൻ വേദകാലസ്യ ഗതിം ഭഗവതോ നനു വിശ്വം വിചക്ഷതേ ധീരാ യോഗാരാധേന ചക്ഷുഷ. അതിൻ്റെ വാക്കാർത്ഥം, കാലസ്വരൂപനായ ഭഗവാന്റെ സ്വരൂപത്തെ അങ്ങ് നിശ്ചിതമായി അറിയണമെന്ന് തന്നെ പറഞ്ഞത്. വിഷയവിരക്തന്മാർ, അതായത് ജ്ഞാനികൾ, വിഷയവിരക്തന്മാർ യോഗത്താൽ സിദ്ധിച്ചതായ ജ്ഞാനം. എന്താ യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് സമരസപ്പെട്ടു പോകുന്നതിനാണ് യോഗം എന്ന് പറഞ്ഞത്. സമരസപ്പെടുക എന്ന് പറഞ്ഞാൽ ലയിച്ച് ചേരുക. ഭഗവാൻ അല്ലാണ്ട് വേറെ ആരുമില്ല എന്നുള്ള ധാരണയിൽ നാരായണ നാരായണ നാരായണ. അപ്പോൾ യാതൊരു ആലസ്യം ഉണ്ടാവില്ല, 100% ഉന്മേഷഭരിതരാവും.
മനസ്സിലായില്ലേ? അപ്പോൾ സർവത്തെയും കാണുന്നു എന്നാ. ഏത്? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ജ്ഞാനക്കണ്ണ്, ജ്ഞാനമാകുന്ന കണ്ണ് കൂടെ കാണുക. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, കാലസ്വരൂപനായ ഭഗവാന്റെ തത്വത്തെ ഭഗവത് ഭക്തനായതിനാൽ ഭഗവാന്റെ ഗുണങ്ങൾ തികച്ചും ലഭിച്ചിരിക്കുന്ന നിന്തുരുവടി നന്നായി അറിയുന്നുവല്ലോ. യോഗാഭ്യാസത്താൽ അന്ധക്കരണ പരിശുദ്ധരായ യോഗികൾ ജ്ഞാനനേത്രത്താൽ ഇന്ദ്രിയ വിഷയമല്ലാതിരിക്കുന്ന സർവവും കാണുന്നു. ഇന്ദ്രിയ വിഷയമല്ലാത്ത സർവവും കാണുന്നു. 3 ഡയമെൻഷനിൽ ഇങ്ങനെ സിനിമ കാണുന്ന കൂടുതലും കാണിച്ചു തരുമ്പോൾ. എന്നിട്ടോ ഭഗവാനായ അങ്ങ് കാലതത്വത്തെ അറിയുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്നൊരു കാച്ചി. ആര്? വിതുരർ മഹാശയൻ. മൈത്രേയരെ മറുപടി പറയാണ്. 18ഉം 19ഉം ശ്ലോകം ഒപ്പം പോകും. ഇതിൽ 41 ശ്ലോകം ഉള്ളത്. ഇപ്പം നമ്മൾ പകുതി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃതം ത്രേതാ ദ്വാപരം ച കലിശ്ച ഇതി ചതുർയുഗം ദിവ്യേർദ്വാദശഭിർവർഷേ സാവധാനം നിരൂപിതം. 4 3 2 ചൈകം കൃതാദിഷു യഥാക്രമം സംഖ്യാതാനി സഹസ്രാണി ദിഗ്ഗുണാനി ശതാനി ച. ഇതാണ് ശ്ലോകം. അതിൻ്റെ അർത്ഥം പറയാം. അവധാനത്തോടു കൂടിയത് മനസ്സിലാക്കുക. സാവധാനം, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്. മറയ്ക്കുന്നതായ സന്ധ്യ, 12 ദേവവർഷങ്ങൾ കൊണ്ട് 12,000 മനുഷ്യവർഗം കൊണ്ട്. 12 ദേവവർഷം എന്ന് പറഞ്ഞാൽ 12,000 മനുഷ്യവർഗമായി. 4 യുഗം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 4 3 2 1 ആയിരങ്ങളും ഇരട്ടി നൂറുകളും കൃതം മുതലായ യുഗങ്ങളിൽ സംഖ്യ പെട്ടിരിക്കുന്നു എന്ന് പറയണം. അതിന് ശ്രീധരീയം എന്ന ആഖ്യാനത്തിൽ 12 വർഷസഹസ്രൈരി ഇത്യുത്തര ശ്ലോക സാമർത്ഥ്യജ്ഞാതവ്യം എന്ന് ശ്രീധരീയം പറയുന്നുണ്ട്. അതായത് ത്രിലോകത്തിൽ നിന്നും ബഹിർഭൂതന്മാരായ ജ്ഞാനികളുടെ ആയുസ്സിൻ്റെ പരമാവധിയെ പറയണമെങ്കിൽ യുഗാദി കാലജ്ഞാനം ആവശ്യമായിരിക്കുന്നതിനാൽ ചതുര്യകാലത്തെ പറയുന്നു. മൈത്രേയൻ പറഞ്ഞു, എന്താ? കൃതം ത്രേതാം ദ്വാപരം കലി എന്ന് 4 യുഗങ്ങളാണ്. ദേവന്മാരുടെ കാലമാനം അനുസരിച്ച് ഈ 4 യുഗങ്ങൾക്കും കൂടി 12,000 വർഷമാകുന്നു. 12,000 വർഷം. 12,000 ദേവവത്സരം കഴിയുമ്പോൾ, ശ്രദ്ധിക്കണം, മനുഷ്യവർഗല്ല, 4 യുഗം ഒരിക്കൽ കഴിഞ്ഞു. ആദ്യത്തെ കൃതയുഗത്തിൻ്റെ 4,000 വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സന്ധ്യാംശങ്ങൾ 400 വീതം വർഷം. അപ്പോൾ 4,800 ദേവവർഷം കഴിഞ്ഞാൽ കൃതയുഗം കഴിഞ്ഞു. ത്രേതായുഗത്തിന് 3,000 വർഷം, സന്ധ്യാംശങ്ങൾ 2 കൂടി 600 വർഷം. ദ്വാപരയുഗത്തിന് 2,000 വർഷം, സന്ധ്യാംശങ്ങൾ കൂടി 400 വർഷം. കലിയുഗത്തിന് 1000 ദേവവർഷം കേട്ടോ, അല്ലാണ്ട് നമ്മുടെ വർഷമല്ല. 2 സന്ധ്യാംശങ്ങൾ കൂടി 200 വർഷം. ഇങ്ങനെ ആകെ 12,000 ദേവവർഷം. എന്നാൽ എന്തായി? ഒരു ചതുരികയായി. 20ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. സന്ധ്യാംശയോരന്തരേണ കാലശതസംഖ്യയോ തം ഏവാഹുര്യുഗം തജ്ഞാ യത്ര ധർമ്മോ വിധീയതേ. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കാം. 100 സംഖ്യകളോടുകൂടിയ സന്ധ്യാംശങ്ങളുടെ മധ്യത്തിൽ യാതൊരു കാലമോ അതറിവുള്ളവർ അതിനെ തന്നെ യുഗം എന്ന് പറയുന്നു. യാതൊന്നിൽ വിശേഷമായ ധർമ്മം ചെയ്യപ്പെടുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ആദ്യാവസാന ഭാഗങ്ങളെ സന്ധ്യാംശങ്ങളായിട്ട്
പിരിച്ചതിൻ്റെ ആവശ്യം എന്തെന്ന് കാണിക്കുന്നു. യുഗാദി, യുഗാവസാനം, പ്രാതസന്ധ്യ, സായം സന്ധ്യ എന്നീ 2 സന്ധ്യകളുടെ കാലമാനമായിട്ട് പറഞ്ഞ ശതസംഖ്യകളുടെ മധ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സഹസ്രസംഖ്യ യാതൊന്നു അതിനെ മാത്രമേ കാലസ്വരൂപം നന്നായി അറിയുന്ന വിദ്വാൻമാർ യുഗമെന്ന് പറയാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ കാലത്തിൽ മാത്രമേ വിശേഷമായി വിധിക്കപ്പെട്ടിരിക്കുന്ന യാഗാദി കർമ്മം ചെയ്യപ്പെടുന്നുള്ളൂ. സാധാരണ ധർമ്മമായ ഭഗവത് കഥാശ്രവണാദികൾ സന്ധ്യാംശങ്ങളിലും ചെയ്യപ്പെടാറുണ്ട്. വിശേഷധർമ്മം നടത്തുവാനുള്ള കാലത്തെ മാത്രം യുഗത്തിൽ ഉൾപ്പെടുത്തി സന്ധ്യാംശങ്ങളെ യുഗത്തിൽ നിന്ന് വേർതിരിച്ചു. അതായത് ഈ യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ സന്ധ്യാസമയത്ത് ചെയ്യില്ല. പ്രമേഷയോ. അപ്പോൾ കൃതയുഗം എന്ന് പറയപ്പെടുന്നത് 4000 ദേവവർഷം മാത്രം. 400 വീതമുള്ള സന്ധ്യാംശങ്ങളുടെ കാലമായ 800 വർഷം യുഗാത് ബഹിർഭൂതം എന്ന സാരം. ഇങ്ങനെ മറ്റു യുഗങ്ങളുടെയും സ്വരൂപം അറിയണം എന്ന് പറഞ്ഞു. ഇനി 21-ാമത്തെ ശ്ലോകം. ചതുഷ്പാൻ മനുജാൻ കൃതേ സമനുവർത്തതേ സയേവാന്യേഷ ധർമ്മേണ വേദിപാദേന വർദ്ധത. 4 പാദങ്ങളോടുകൂടിയ ധർമ്മം കൃതത്തിൽ മനുഷ്യരെ നന്നായി അനുവർത്തിക്കുന്നു. അതുതന്നെ ആ ധർമ്മം തന്നെ അന്യയുഗങ്ങളിൽ വർദ്ധിക്കുന്ന പാദാംശത്തോടുകൂടെ അധർമ്മത്താൽ ചുരുങ്ങുന്നു. അപ്പോൾ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആയുസ് കുറയുന്നർത്ഥം. ധർമ്മം ചെയ്യുന്നവരെ ആയുസ് കൂടിക്കിട്ടും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. കൃതയുഗത്തിൽ 4 കാലുകളോട് കൂടിയ ധർമ്മം സമ്പൂർണമായ ധർമ്മം. കൃതയുഗത്തിൽ 4 കാല്, പിന്നെ 3 പിന്നെ 2 കലിയുഗത്തിൽ 1 കാലേ ഉള്ളൂ. അപ്പോൾ മനുഷ്യരെ അനുവർത്തിക്കുന്നു. ത്രേതായുഗങ്ങളിൽ ധർമ്മത്തിൻ്റെ ഓരോ പാദം വീതം കുറയുകയും ആ സ്ഥാനത്തെ അധർമ്മം ഗ്രഹിക്കുകയും ചെയ്യുന്നു. കൃതയുഗത്തിൽ ധർമ്മത്തിന് പൂർണ്ണതയും മറ്റു യുഗങ്ങളിൽ ക്രമേണ കാലാംശപ്രകാരം ന്യൂനതയും സംഭവിക്കുമെന്ന് സാരം. ത്രേതാദിയുഗങ്ങളിൽ ധർമ്മത്തെ നിലനിർത്തുവാൻ അതീവ ശ്രദ്ധ വയ്ക്കണമെന്നാണ് ഇതിൻ്റെ സാരം. അതായത് ത്രേതം ദ്വാപരം കലിയുഗത്തിൽ ശ്രദ്ധിക്കണം. ധർമ്മം കുറയുന്നത് യുഗസ്വഭാവമാണല്ലോ, അത് കുറയട്ടെ എന്ന് വിചാരമുണ്ടായാൽ ജനങ്ങൾ അധർമ്മിഷ്ഠന്മാരായി തന്നെ ഇരിക്കുമെന്ന് കരുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അധർമ്മം ഇഷ്ടപ്പെടാത്തവരായിരിക്കണം. ധർമ്മത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. 22. ത്രിലോക്യായുഗസാഹസ്രം ബഹിരാ ബ്രഹ്മണോ ദിനം താവത്യേവ നിശാ താദായന്നിമീലതി വിശ്വസൃഗ്. 3 ലോകങ്ങളുടെ 1000 യുഗം, പുറമേ ബ്രഹ്മലോകം വരെ പകൽ, വത്സ അത്ര തന്നെ രാത്രിയും. യാതൊന്നിൽ ബ്രഹ്മാവ് കണ്ണടയ്ക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പകൽ കഴിഞ്ഞാൽ അദ്ദേഹം ഉറങ്ങും. അപ്പോൾ സൃഷ്ടിയില്ല. അപ്പോൾ ലോകത്തിൽ 1000 ചതുരയുഗം കഴിയുമ്പോൾ അതിൽ നിന്ന് പുറമേ ഇരിക്കുന്ന മഹർലോകാദികളിൽ ഒരു പകൽ കഴിയുന്നു. അതുകാലം തന്നെ രാത്രിയും, അത്ര കാലം തന്നെ രാത്രിയും. ഈ രാത്രി സമയത്തിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ഉറങ്ങണമെന്ന് പറഞ്ഞു. ശ്ലോകം 23. നിശാവസാന ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനൂൻ ഭുഞ്ചം ചതുർദശ സ്വം കാലം മനുർഭുക്തേ സാധികാം ഹ്യേക സപ്തദീം. അപ്പോൾ പിന്നെ അതിൻ്റെ വാക്കാർത്ഥം
രാത്രിയുടെ അവസാനത്തിൽ ആരംഭിക്കപ്പെട്ട ലോകസൃഷ്ടി തുടരുന്നു. ഭഗവാന്റെ, അതായത് ബ്രഹ്മാവിൻ്റെ പകൽ കഴിയുന്നതുവരെ 14 മനുക്കളെ അനുഭവിക്കുന്നവനായിരിക്കുന്നു. അല്പം അധികമായിരിക്കുന്ന 71 യുഗത്തെ അവരവരുടെ കാലമായിട്ട് ഓരോ മനുവും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പണ്ട് നമുക്ക് നിർത്താം. ഈ രാത്രികാലത്തിന് പ്രളയം എന്നു പേർ. രാത്രിയുടെ അവസാനത്തിൽ ലോകസൃഷ്ടിയെ ബ്രഹ്മദേവൻ അനുവർത്തിക്കുന്നു. നമ്മൾ ചെയ്തു തീർക്കാതെ ബാക്കി വച്ചിരുന്ന പ്രവൃത്തിയെ നേരം പുലർന്ന ശേഷം വീണ്ടും തുടരുന്നത് പോലെ ബ്രഹ്മാവും പൂർവദിനത്തിൽ നടത്തിയ സൃഷ്ടിയെ പ്രളയാവസാനത്തിൽ വീണ്ടും നടത്തുന്നു. ഭഗവാനായ ബ്രഹ്മാവിൻ്റെ പകൽ സമയമായ 1000 ചതുരയുഗത്തിൽ 14 മനുക്കൾ രാജ്യം പരിപാലിക്കുന്നു. ആകയാൽ ഒരു മനുവിൻ്റെ കാലം 70 ചുല്ലാനം എക്സെട്ര ചതുരയുഗമാണെന്നറിയണം. ഒരു മനുവിൻ്റെ കാലം 71 മെയ്ത ചതുരയുഗങ്ങളാണെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.